അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഇത് ശരിക്കും മനസ്സിലാക്കണം. മക്കളോട് വേർതിരിവ് കാണിക്കുന്ന ഉമ്മമാര്, ഉപ്പമാര് ശരിക്കും മനസ്സിലാക്കണം. സ്വന്തം ഉദരത്തിൽ നിന്ന് വന്നവരല്ലേ എല്ലാ മക്കളും, നിങ്ങളുടെ മക്കളല്ലേ. ഉമ്മമാരെ, നിങ്ങൾ പ്രസവിച്ച മക്കളല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും. ചില ഉമ്മമാർക്ക് പെൺകുട്ടികളെ മാത്രം ഒരു കാര്യമാണ്. ആൺകുട്ടികൾ ഇനി എത്ര നരകിച്ചാലും കുഴപ്പമില്ല, കടം വാങ്ങിയിട്ടെങ്കിലും പെൺമക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം, അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം. എന്നാൽ ഈ മനുഷ്യൻ നീർന്നു നിന്നോട്ടെ, ഇവനും പെൺകുട്ടികൾ കെട്ടിക്കാനായി വരികയാണ്, അവനൊരു വീടായിട്ടില്ല, പെങ്ങളെ വീട് പണി കഴിഞ്ഞിട്ട് മതി എൻ്റെ വീട് പണി, അങ്ങനെ പറയുന്ന ഉമ്മമാരുണ്ട്. മക്കളെ ഒരുപോലെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ. അനീതി അള്ളാഹു പൊറുക്കൂല. മക്കൾ മാതാപിതാക്കളോടുള്ള സ്നേഹം കൊണ്ട്, ബഹുമാനം കൊണ്ട് അത് പറഞ്ഞില്ല, ചോദിച്ചില്ല എന്ന് വരും. അവർക്കൊക്കെ പകരമായിട്ട് ഞാൻ പറയാം, അള്ളാഹുവിൻ്റെ ദീനാണ് ഈ എൻ്റെ അഭിപ്രായം പറയല്ല, മുത്തുനബി നിങ്ങൾ പഠിപ്പിച്ചതാ പറയുന്നത്. അനീതി ചെയ്യാൻ പാടില്ല. മക്കൾ കൊടുക്കുകയാണോ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, അത് നീതിയാണ്. ഇല്ല, ആർക്കും കൊടുക്കണ്ട. അനന്തരാവകാശ സ്വത്തെടുത്തോട്ടെ. മരിച്ചുപോയാൽ പിന്നെ അനന്തര സ്വത്തനുസരിച്ചല്ലേ, ശറഇന്റെ മീറാസിന്റെ നിയമം വെച്ചിട്ടല്ലേ സ്വത്ത് ഓഹരി വെക്കുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ ജീവിതകാലത്ത് നിങ്ങൾ കൊടുക്കാൻ ജായിസാണ്, ഒരാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അത് ദുൽമാണ്, അത് അനീതിയാണ്. ഒരു മകന് കൊടുത്തു, നീ ആ റോഡ് സൈഡിലെ സ്ഥലം നീ എടുത്തോ. ആ റോഡ് ബാക്കിൽ ഏക്കർ ഉണ്ടെങ്കിലും ഈ 10 സെൻറ്റിൻ്റെ വില ആ ഏക്കർക്ക് ഇപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് അനീതിയായി, ഏറ്റവ്യത്യാസമായി. ഒരാൾക്ക് കൊടുത്തു, ഒരാൾക്ക് കൊടുത്തില്ല. കൊടുക്കുന്നുണ്ടോ, മക്കൾക്ക് നീതിയോടെ ചെയ്യാം.